മൂന്നാമത്തെ പീഡനക്കേസിൽ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പാലക്കാട് MLA സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങി എന്ന് മാത്രമല്ല, പുള്ളി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ 24 ചാനലിന്റെ ഹെഡ് ഓഫീസിൽ പോയി ഹാഷ്മി താജ് ഇബ്രാഹിം എന്നു പേരുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകൻ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. നിങ്ങളത് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഒരു തേങ്ങലോടുകൂടിയല്ലാതെ, ഭാരം നിറഞ്ഞ ഹൃദയത്തോടുകൂടിയല്ലാതെ നമുക്ക് ആർക്കും അത് കണ്ടു തീർക്കാൻ പറ്റിയില്ല. ഹാഷ്മി ഇങ്ങനെ ശരമാരി പോലെ ചോദ്യങ്ങൾ ചോദിക്കും. രാഹുൽ അതിനു മുമ്പിൽ തളരുന്നില്ല, പതറുന്നില്ല. പുള്ളി ഓരോ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ആ ഒരു വ്യക്തിപ്രാഭവത്തിൽ ആകൃഷ്ടരായി ചില തരുണിമണികൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അവരുമായി ഉഭയസമ്മതപ്രകാരം ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പലതവണ സമ്മതിച്ചിട്ടുള്ളതാണ്. ഓരോ കേസിലും പുള്ളി ഉഭയസമ്മതം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലുപരി ഇവരെ ആരെങ്കിലും പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ അവരുടെ നിന്ന് പണം തട്ടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പുള്ളി ആണയിട്ട് പറയും. അതുമാത്രമല്ല, ഒരു കോൺഗ്രസ് MP മകളെ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്ത് പിന്നീട് പെരുവഴിയിൽ ഉപേക്ഷിച്ചു എന്ന ആരോപണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ രാഹുൽ നിരുദ്ധ കണ്ടറിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം എന്ന് വെച്ചാൽ, എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്താ അപവാദം വേണമെങ്കിൽ പറയാം, പക്ഷെ പാവപ്പെട്ട ഒരു MP മകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. കാര്യം ഞാൻ ചൂഷണം ചെയ്തു പിന്നീട് ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ഇത് നാലാളെ അറിഞ്ഞാൽ ആ MP ഉണ്ടാകുന്ന അപമാനം എത്രയാണ്. അതിനേക്കാൾ ഉപരി പുള്ളിയുടെ മകളുടെ ഭാവി എന്തായി തീരും എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഏങ്ങലടിച്ച് കരഞ്ഞു പോകും. കഠിന ഹൃദയനായി ഞാൻ പോലും കരഞ്ഞു. ഹാഷ്മി അങ്ങനെ ഈ മറുചോദ്യത്തെ അല്ലെങ്കിൽ എതിർ ചോദ്യത്തെ അതിജീവിച്ചു എന്ന് എനിക്കറിയില്ല. മിക്കവാറും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ട് ഹാഷ്മി പൊട്ടിക്കരയും അവിടെ വെച്ച് ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഷൂട്ടിംഗ് തുടരുകയും ചെയ്തിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞ അവസാനം ഹാഷ്മി വേറൊരു ചോദ്യം ചോദിക്കും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ പറ്റി നിങ്ങൾ എന്ത് പറയും? അപ്പോൾ രാഹുൽ കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, അതൊരു ക്ലാസിക്കാണ്. അതുപോലൊരു ഉത്തരം ഈ 21ാം നൂറ്റാണ്ടിൽ ആരും പറഞ്ഞായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല. അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ പുറത്താക്കാം, ഞാൻ പാർട്ടിയിലെ അംഗമാണ്, പക്ഷേ പുറത്താക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. ചോദിച്ചെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയാൽ ഈ സ്ത്രീകളൊക്കെ ക്യൂ നിന്ന് എന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില സ്ത്രീകളെ മുൻനിർത്തി ചില ടെലിവിഷൻ ചാനലുകാരും മാർക്സിസ്റ്റുകാരും BJPക്കാരും കൂടിയുള്ള ഒരു വലിയ സാമ്രാജ്യത്വം കൂടാലോചനയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അത് കേട്ടെങ്കിൽ സതീശനും അതുപോലെ സണ്ണി ജോസഫിനും ഹൈക്കമാൻഡിലിരിക്കുന്ന വേണുഗോപാലിനും സൂർജേവാലയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ബോധ്യപ്പെടുകയും ചെയ്തത്. പക്ഷെ അതിനൊരു അവസരം തന്നില്ല. പോട്ടെ, അതിലും എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സിന് അതീതമായി എനിക്ക് വേറെ രാഷ്ട്രീയ ജീവിതവുമില്ല, വ്യക്തി ജീവിതവുമില്ല, സാധാരണ ജീവിതം പോലുമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടിക്ക് സാധിക്കും, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഇത് പറയുമ്പോൾ എൻ്റെ തൊണ്ട വീണ്ടും ഇടറി പോവുകയാണ്. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും സാധ്യമല്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ പറ്റില്ല. ഞാനാണ് കോൺഗ്രസ്. ഞാനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാനില്ല. ഇങ്ങനെ ഇതുപോലെ പറയുന്ന ഒരു യുവ നേതാവിനെ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്നല്ല. CPM-ൽ കണ്ടിട്ടുണ്ടോ? CPI-ൽ കണ്ടിട്ടുണ്ടോ? മുസ്ലിം ലീഗിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. BJP-യിലോ? ഒരിക്കലുമില്ല. അതാണ് രാഹുൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ വെറും ഒരു രാഹുലല്ല, രാഹുൽ ഗാന്ധിയെ പോലെയല്ല, രാഹുൽ ഈശ്വറിനെ പോലെയല്ല. അവരൊന്നും മോശക്കാരനെന്നല്ല ഈ പറഞ്ഞത് അർത്ഥം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇദ്ദേഹം മാത്രം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതോടുകൂടി കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ പുള്ളിയുടെ ആരാധകരായിട്ട് മാറി. വീണ്ടും ഒരുപാട് സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയ കവാടത്തിന് നേരെ ക്യൂ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ പീഡിപ്പിക്കൂ എന്നാവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ധൈര്യപ്പെട്ട് ഇനി ഉടനെ ഈ പരിപാടിക്ക് പുറപ്പെടുകയില്ല. കാരണം എന്ന് വെച്ചാൽ ആരാണ് എപ്പോഴാണ് പരാതി കൊണ്ട് പോകുന്നതെന്ന് അറിയില്ല. പിന്നെ ഓരോ തവണ ഇത് പറയുകയും പാവപ്പെട്ട രാഹുൽ ഈശ്വറിനും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആരാധക സംഘത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വിഷമവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി താൽക്കാലത്തേക്ക് സംയമനം പാലിക്കാനാണ് തീരുമാനിച്ചത്. രാഹുൽ ഈശ്വറും അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയും പിന്നെ ഷാഫി പറമ്പിലിൻ്റെ സൈബർ ഗുണ്ടകളുമൊക്കെ
അശ്രാന്ത പരിശ്രമം നടത്തിയാണെങ്കിൽ രാഹുലിൻ്റെ ഇമേജ് ഉത്തരോത്തരം ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു. ഒരു സാധ്യതയില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവന് പാർട്ടി പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന് കെ മുരളീധരനൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവതികൾക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ താരമൂല്യം വർദ്ധിച്ച് ഏതാണ്ട് ആകാശത്ത് മുട്ടുന്ന സ്റ്റേജ് ആയതുകൊണ്ട് പുള്ളിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി മുന്നോട്ട് പോകാമെന്ന് വെച്ചാലും ഈ സൈബർ ഗുണ്ടകൾ സമ്മതിക്കില്ല. അങ്ങനെ രാഹുൽ പാലക്കാട്ട് മത്സരിക്കുമോ, അത് അതിനപ്പുറത്ത് മലമ്പുഴയിൽ മത്സരിക്കുമോ, അതും അല്ലെങ്കിൽ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ മത്സരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും രാഹുലിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അഥവാ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈബർ ആക്രമണം മുമ്പത്തേക്കാൾ ശക്തമാകാനാണ് സാധ്യത. ഏതായാലും ഈ വരാൻ പോകുന്ന രാഹുലിന്റെ കാലമാണ്, അഥവാ രാഹുകാലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാർസിസ്റ്റുകാർ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുക. കാരണം രാഹുലിനെ പോലൊരു പ്രതിഭയെ അവരുടെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, വേറെ ഒരു പാർട്ടിക്കും പറ്റുകയില്ല. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ വസുദൈവ കുടുംബത്തിലും രഘുപതി രാഘവ രാജാറാമിലും വിശ്വസിക്കുന്നവരായതുകൊണ്ട്, പിന്നെ രാഹുൽ തന്നെ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഈ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ ഇത് ഒരു ചേരുവയാണ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തെ പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിയെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്ന വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയിൽ UDF നിന്നുള്ള എല്ലാ അംഗങ്ങളും പുറത്താക്കുന്നതിനെ എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം രാഹുലിനെ പോലെ എത്തിക്സ് ഉള്ള ഒരാള് നിയമസഭയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങളും, പക്ഷെ അവർക്കെതിരെ പരാതി വരുന്നില്ല എന്ന് മാത്രമേ. ഒരാൾക്കെതിരെ പരാതി വരികയും മറ്റു പലർക്കെതിരെ പരാതി വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പരാതി വന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രം ഒരാളെ പുറത്താക്കുന്നത് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിലൊരു ന്യായം ഉണ്ട് താൻ. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് പാർട്ടിക്കും UDF രാഹുൽ മാങ്കൂട്ടത്തെ അംഗീകരിക്കല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ലാതെ വരും. 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും. അദ്ദേഹം ജയിക്കും. ജയിച്ചാൽ കേരള സംസ്ഥാനത്ത് മിക്കവാറും യുവജനക്ഷേമ വകുപ്പായിരിക്കും, ഒരു മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ആ നല്ല സൂചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ജയ് ഹിന്ദ്.